ഹായ്, എല്ലാവർക്കും നിംഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല രുചികരമായിട്ടുള്ള ഇറച്ചിച്ചോറ് ഉണ്ടാക്കാം. ചിക്കൻ ഇറച്ചിച്ചോറാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇറച്ചിച്ചോറ് എന്നൊക്കെ പറയുമ്പോൾ ബിരിയാണിയൊക്കെ കഴിക്കുന്നതിനേക്കാളും നല്ല രുചികരമായിട്ട് കഴിക്കാനും പറ്റും. എന്നാൽ ബിരിയാണി ഉണ്ടാക്കണ അത്രയ്ക്കൊരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ജീര റൈസ് 3 കപ്പ് അളവിലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇത് നമുക്ക് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു അരമണിക്കൂർ സമയം വെള്ളത്തിലൊന്ന് കുതിർത്തിയെടുക്കാം കേട്ടോ. ഇതിവിടെ ഇരിക്കട്ടെ. ഈ ഒരു സമയം കൊണ്ട് നമുക്കിതിൻ്റെ മസാലയൊന്ന് തയ്യാറാക്കണം. അപ്പോൾ ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യും 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നെയ്യുടെ അളവ് വേണമെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ എടുക്കാം കേട്ടോ. പിന്നെ ഒരു വലിയ കഷ്ണം കറുകപ്പട്ട എടുക്കുന്നുണ്ട്. ഒരു 1.5 ഇഞ്ചോളം വലിപ്പത്തിലുള്ള കറുകപ്പട്ട ഒന്ന് മുറിച്ചിട്ട് കൊടുക്കുക. പിന്നെ ഒരു 3 ബേ ലീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഹോൾ സ്പൈസസ് ഒന്നും അളവ് കൂടുതലായിട്ട് പോകണ്ട കേട്ടോ, അപ്പോഴും ടേസ്റ്റ് നന്നായിട്ട് വരില്ല. ഇനി ഇതിലേക്ക് ഒരു 6 ഗ്രാമ്പ് ഇട്ട് കൊടുക്കുക. അതുപോലെ ഏലക്കായ കേട്ടോ, ഏലക്കായ ഒരു 5 എണ്ണമാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകം അല്ലെങ്കിൽ ഫെനൽ സീഡ്സ്, വലിയ ജീരകം എന്നൊക്കെ പറയില്ലേ, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു തക്കോലം കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ആ ഒരു ഹോൾ സ്പൈസസിൻ്റെ ഫ്ലേവേഴ്സൊക്കെ ഈ ഒരു എണ്ണയിലേക്ക് നന്നായിട്ട് തന്നെ ഒന്ന് വരട്ടെ കേട്ടോ. അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 3 മീഡിയം സൈസിലുള്ള സവാളയാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. നീളത്തിൽ കനം കുറച്ച് മുറിച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ ബിരിയാണി ഒന്നും ഉണ്ടാക്കണം അത്രയ്ക്കൊരു സവാള നമുക്ക് ഇതിനാവുമ്പോൾ ആവശ്യമില്ല. പക്ഷേ നല്ല ഫ്ലേവറോട് കൂടിയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ളൊരു റൈസ് തന്നെയാണ്. സവാളയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴന്ന് വരട്ടെ കേട്ടോ. ഇതുപോലെ ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. 1.5 ടേബിൾ സ്പൂണോളം അളവിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണെങ്കിലും ചേർത്ത് കൊടുക്കുക. അതാകുമ്പോഴും നന്നായിട്ട് തന്നെ വരുന്നുണ്ടോ. പിന്നെ ഒരു 5 പച്ചമുളക് ചേർക്കുന്നുണ്ട്. എരിവ് കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളകിൻ്റെ എണ്ണം കൂടുതൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അതുപോലെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബിരിയാണിയിൽ നമ്മൾ സാധാരണ കറിവേപ്പില ചേർക്കില്ല, പക്ഷേ ഇറച്ചി ചോറിൽ കറിവേപ്പില ചേർക്കുന്നുണ്ടോ. പച്ചമുളക് ചതച്ച് വേണമെങ്കിൽ അങ്ങനെ ചേർക്കാവുന്നതുള്ളൂ. മുഴുവനോട് കൂടി ചേർത്താലും കുഴപ്പമൊന്നുമില്ല. ഇത് റെഡി ആയിട്ട് വരുമ്പോഴേക്കും പച്ചമുളകൊക്കെ നന്നായിട്ട് വഴന്ന് റെഡി ആയിട്ട് തന്നെ വന്നോളൂ കേട്ടോ. ഇപ്പം കണ്ടോ, സവാള ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇത് മതി. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ 2 ടീസ്പൂൺ അളവിലാണ് മുളക് പൊടി ചേർക്കുന്നത്. കാശ്മീരി മുളക് പൊടിയും എരിവുള്ള മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. പിന്നെ 3 ടീസ്പൂൺ മല്ലിപ്പൊടി, അതായത് 1 ടേബിൾ സ്പൂൺ അളവിൽ. ഇതെല്ലാം കൂടെ തീ കുറച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ആ ഒരു പൊടികളുടെ ഒരു പച്ചമണമൊക്കെ നന്നായിട്ടൊന്ന് മാറി വരട്ടെ കേട്ടോ. അപ്പോൾ ഈ ഒരു മസാല നന്നായിട്ട് വഴറ്റിയെടുത്താൽ തന്നെയാണ് ഇറച്ചിച്ചോറ് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ മാറുള്ളൂ. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രഷർ കുക്കറിലും ചെയ്തെടുക്കാവുന്നതുള്ളൂ, നന്നായിട്ട് തന്നെ വരുന്നുണ്ടോ. അപ്പോൾ കണ്ടോ, മസാല ഇതുപോലെ ഒന്ന് റെഡിയായിട്ട് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് മതി. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് 3 കപ്പ് ജീര റൈസ് എടുത്തപ്പോൾ ഞാൻ 1 കപ്പ്, അതായത് 1 കിലോ അളവിലാണ് ചിക്കൻ എടുത്തിരിക്കുന്നത് കേട്ടോ. ചിക്കൻ എപ്പോഴും ചെറിയ കഷ്ണങ്ങളോട് കൂടെ ഉള്ളതായിരിക്കും കൂടുതൽ നന്നായിട്ട് വരിക. ആ ഒരു മസാലയൊക്കെ പെട്ടെന്ന് ചിക്കനിൽ പിടിക്കാനും നന്നായിട്ട് പെട്ടെന്ന് വെന്ത് വരാനും ഒക്കെ നല്ലത് ചെറിയ കഷ്ണങ്ങളായിട്ടുള്ള ചിക്കൻ തന്നെയാണ് കേട്ടോ. ചിക്കൻ വെള്ളമൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം നന്നായിട്ട് കഴുകി എടുത്തിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ മീഡിയം സൈസ് വേണമെങ്കിൽ എടുക്കാം, പക്ഷേ അതിനേക്കാളും നല്ലത് ചെറിയ കഷ്ണങ്ങളാണ് എപ്പോഴും നന്നായിട്ട് വരിക. അപ്പോൾ ചിക്കൻ കഷ്ണങ്ങൾ നമുക്ക് മുഴുവൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കുക്കറിലാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിലും ഈ വഴറ്റൽ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം എല്ലാം ഇപ്പോൾ റൈസും എല്ലാ കാര്യങ്ങളും ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ കുക്കർ അടച്ച് വെച്ചിട്ട് അങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കാവുന്നതുള്ളൂ കേട്ടോ. ചിക്കൻ ചേർത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഉപ്പൊക്കെ കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോഴായിരിക്കും ആ ഒരു ചിക്കനിലൊക്കെ നന്നായിട്ട് ഉപ്പ് കാര്യങ്ങളൊക്കെ ഒന്ന് പിടിച്ചു വരിക. നമ്മൾ പിന്നെ മാരിനേറ്റ് ചെയ്തൊന്നും എടുക്കണമെന്നില്ലല്ലോ. പക്ഷേ ചിക്കനിലാണെങ്കിലും റൈസിലാണെങ്കിലും ആ ഒരു ഫ്ലേവേഴ്സും മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റൈസ് തന്നെയാണ് കേട്ടോ. നിങ്ങൾ ഇറച്ചി ചോറൊക്കെ ഉണ്ടാക്കി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും ഉണ്ടാക്കും. നമുക്ക് മടുപ്പില്ലാതെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റൈസ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ആ ഒരു ചിക്കൻ കഷ്ണങ്ങളിൽ മസാലയൊക്കെ ഒന്ന് കോട്ടായിട്ട് തന്നെ വന്നാൽ മതി. ഇനി ഇത് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 6-7 മിനിറ്റ് സമയം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ ഇതുപോലെ ഒന്ന് പുറത്തോട്ട് വന്നിട്ടുണ്ട്. ചിക്കൻ ചെറുതായിട്ടൊന്ന് കളറൊക്കെ ഒന്ന് മാറി വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 2 നല്ല പഴുത്ത തക്കാളി മുറിച്ചതും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അധികം പുളിയുള്ള തക്കാളിയൊന്നുമല്ല. പിന്നെ ഒരു വലിയ പിടി പുതിനയില മുറിച്ചത്, നല്ല ഫ്രഷ് ആയിട്ടുള്ളത് തന്നെ എടുക്കാം കേട്ടോ. അതുപോലെ ഒരു വലിയ പിടി മല്ലിയില മുറിച്ചത്, അതായത് 1/2 കപ്പൊക്കെ വീതം എടുത്തോ പുതിനയിലയും മല്ലിയിലയും. നന്നായിട്ട് തന്നെ വരും. അപ്പോഴാണ് ആ ഒരു ഫ്ലേവേഴ്സ് കാര്യങ്ങളൊക്കെ നന്നായിട്ട് തന്നെ ഇതിലേക്ക് വരിക കേട്ടോ. ഇനി ഇതൊന്ന് ഇതുപോലെ ഒന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇതിൽ കിടന്ന് നന്നായിട്ട് തന്നെ ഒന്ന് വഴന്ന് റെഡി ആയിട്ട് തന്നെ വന്നോളൂ ഉണ്ടോ. ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അതുപോലെ തക്കാളിയും നേരത്തെ നമ്മൾ വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. റൈസൊക്കെ കുക്കായിട്ട് വരുമ്പോഴേക്കും തക്കാളിയും കറക്റ്റ് തന്നെ റെഡി ആയിട്ട് തന്നെ വന്നോളൂ ഉണ്ടോ. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റും കൂടെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ആ തക്കാളിയുടെ ഉള്ളിലത്തെ വെള്ളവും എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ഇറങ്ങി അത്യാവശ്യം നന്നായിട്ട് വെള്ളം ഇതിലിപ്പോൾ നമുക്ക് കാണാൻ പറ്റും. കണ്ടില്ലേ, ഒരു മല്ലിയിലും പുതിനയിലും ഒക്കെ ഒന്ന് വഴന്നൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് അധികം പുളിയില്ലാത്ത നല്ല കട്ടിയുള്ള തൈരാണ് കേട്ടോ ചേർക്കുന്നത്. ഒരുപാട് പുളിയുള്ളതാണെങ്കിലും അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ ഇതൊന്ന് ഇതുപോലെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. തീ കുറച്ച് വെച്ചതിന് ശേഷമാണ് ഞാൻ തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. തൈര് നല്ലൊരു ഫ്ലേവർ തന്നെ കൊടുക്കും ഇതുപോലുള്ള റൈസ് റെസിപ്പികൾക്കൊക്കെ. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തൈര് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ചിക്കൻ ഒന്നും കൂടി നല്ല സോഫ്റ്റ് ആയിട്ടൊക്കെ തന്നെ മാറും കേട്ടോ. ആ ഒരു തൈര് പിരിഞ്ഞൊന്നും പോകാതെ തീ കുറച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾക്ക് കട്ടകൾ ഉടച്ചതിന് ശേഷം തൈര് ചേർത്ത് കൊടുക്കാവുന്നതുള്ളൂ. പിന്നെ ഒരു 2 ടീസ്പൂൺ അളവിൽ ഗരം മസാലയാണ് ചേർക്കുന്നത്. ഇതിപ്പോൾ ഹോം മെയ്ഡ് ഗരം മസാലയാണ്. ഒരുപാട് അങ്ങോട്ട് എന്താ പറയുക, സ്ട്രോങ് ആയിട്ടുള്ള ഗരം മസാലയാണെങ്കിൽ ഇത്രയ്ക്ക് അളവിൽ ചേർക്കണ്ട കേട്ടോ. പിന്നെ 3 ടീസ്പൂൺ അളവിൽ ക്രഷ്ഡ് പെപ്പർ, അതായത് ഒന്ന് നല്ല ഫൈനായിട്ടുള്ള കുരുമുളക് പൊടിയല്ല ചേർക്കുന്നത്, ഒന്ന് ചതച്ചെടുത്തത് ആ ഒരു രീതിയിൽ കേട്ടോ. അതായത് 1 ടേബിൾ സ്പൂൺ അളവിൽ. ഇനി അതും കൂടെ ചേർത്തിട്ട് നമുക്ക് ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കുരുമുളക് പൊടിയും അതുപോലെ ഗരം മസാലയൊക്കെ ഈ ഒരു സമയത്ത് ചേർത്താൽ മതി. അപ്പോഴായിരിക്കും ഫ്ലേവേഴ്സ് നന്നായിട്ട് തന്നെ കിട്ടുക. അല്ലെങ്കിൽ ഒരുപാട് സമയം നമ്മൾ വഴറ്റിയൊക്കെ എടുത്ത് വരുമ്പോഴേക്കും അതിൻ്റെ ഒരു ഫ്ലേവേഴ്സൊക്കെ നഷ്ടപ്പെടും കേട്ടോ. ഇനി ഇത് അടച്ച് വെച്ചിട്ട് വീണ്ടും നമുക്ക് ഒരു 6-7 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോഴേക്കും കണ്ടോ ചിക്കൻ്റെ ഇതുപോലെ ഒന്ന് ഒരുവിധം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. മുഴുവനായിട്ട് അങ്ങോട്ട് വെന്ത് വന്നിട്ടില്ല. പക്ഷേ കുഴപ്പമില്ല, ഇതിലിപ്പോൾ ആവശ്യത്തിലധികം വെള്ളമുണ്ട്. അപ്പോൾ ഇതൊന്ന് നമുക്ക് തുറന്ന് വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ. ഒരുപാട് വെള്ളത്തോടു കൂടി വേണ്ട. അപ്പോഴായിരിക്കും ആ ഒരു ചിക്കനിലെ മസാലയും ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് പിടിച്ച് വരിക. നിങ്ങൾക്ക് ഫുള്ള് വറ്റിച്ചെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. നമ്മുടെ ചിക്കൻ്റെ വേവിനനുസരിച്ച്. ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് പെട്ടെന്ന് വെന്ത് വരണ അങ്ങനത്തെ ഒരു ടൈപ്പ് ചിക്കൻ ആണ്. അതായത് ടെൻഡറായിട്ടുള്ള ചിക്കനാണ്. ഈ ഒരു പകുതി നാരങ്ങയുടെ നീരും കൂടെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല മണക്കം വരുന്നുണ്ട് ഈ ഒരു സമയത്ത്. ആ ഒരു ഗ്രേവിയിൽ കിടന്ന് നന്നായിട്ട് തന്നെ ഒന്ന് വറ്റി ഒന്നും കൂടി ഒന്ന് കുറുകി വരട്ടെ. അപ്പോൾ ഞാൻ ഈ ഒരു സമയത്ത് പാത്രം ഒന്ന് മാറ്റിയെടുക്കണം. റൈസും കൂടെ ഒരുമിച്ചിട്ട് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വലിയ പാത്രം എടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ ചെറിയ പാത്രം എടുത്തത് വീഡിയോയിൽ ഒന്നും കൂടി നന്നായിട്ട് കാണാൻ വേണ്ടിയിട്ടും വഴറ്റിയെടുക്കാനുള്ള ഒരു സൗകര്യത്തിനും വേണ്ടിയിട്ടാണ് കേട്ടോ. എപ്പോഴും പാത്രം എടുക്കുമ്പോൾ നല്ല അടിഭാഗം നല്ല കട്ടിയുള്ള പാത്രം എടുക്കുക, അല്ലെങ്കിൽ അടിഭാഗത്ത് പിടിക്കാനൊക്കെയുള്ള സാധ്യതയുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ 1 കപ്പോളം വെള്ളം, അതായത് ഗ്രേവി അതിൽ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനൊരു 3.5 കപ്പ് അളവിലാണ് നല്ല തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അതായത് 3 കപ്പ് റൈസാണല്ലോ നമ്മൾ എടുത്തത്. ആ ഒരു റൈസ് കുതിർത്തത് നമുക്ക് ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക, വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്തതിന് ശേഷം. അപ്പോൾ വെള്ളത്തിൻ്റെ അളവെന്ന് പറയുന്നത് 1 കപ്പ് റൈസിന് 1.5 കപ്പ് വെള്ളമാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ജീര റൈസിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ബസ്മതി റൈസ് ആണെങ്കിലും ഉപയോഗിക്കാവുന്നതുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിവിടെ 3 കപ്പ് ജീര റൈസ് എടുത്തത് കൊണ്ട് തന്നെ മൊത്തത്തിൽ 4.5 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അതായത് അതിൻ്റെ ഗ്രേവിയും കൂടെ കണക്കാക്കി കൂട്ടിയിട്ടാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. പിന്നെ സ്ഥിരം ഉണ്ടാക്കണവരൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഇപ്പോൾ അളന്ന് നോക്കണമെന്നൊന്നുമില്ല, ഇങ്ങനെ നമുക്ക് നോക്കി കഴിയുമ്പോൾ തന്നെ അറിയാൻ പറ്റുമല്ലോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഉപ്പ് കറക്റ്റ് ആയിരിക്കണം. നമ്മൾ ഈ ഒരു ഗ്രേവി ടേസ്റ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് ഉപ്പ് കുറച്ച് മുന്നിട്ട് നിൽക്കണം. അപ്പോഴായിരിക്കും റൈസൊക്കെ കുക്കായിട്ട് വരുമ്പോൾ ആ ഒരു ഉപ്പിൻ്റെ ടേസ്റ്റൊക്കെ കറക്റ്റായിട്ട് റൈസിൽ പിടിച്ച് വരിക കേട്ടോ. അപ്പോഴായിരിക്കും നല്ലൊരു പെർഫെക്റ്റ് ടേസ്റ്റിലേക്ക് തന്നെ വരിക. ഇനി എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക്. ഇനി ഉപ്പ് പോരാൻ തോന്നണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് തന്നെ കൊടുക്കാം കേട്ടോ. ഇതൊന്ന് തിളച്ച് വരട്ടെ. ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ തിളച്ച് റെഡി ആയിട്ട് തന്നെ വന്നോളൂ കേട്ടോ. ഇപ്പോൾ കുക്കറിലാണ് നിങ്ങൾ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിലും ഈ ഒരു രീതിയിൽ തന്നെയാണ്. അടച്ചു വെച്ചതിന് ശേഷം 1 വിസിൽ വരുന്ന വരെ കുക്ക് ചെയ്തെടുത്താൽ മതിയാവും കേട്ടോ. കറക്റ്റായിട്ട് പെർഫെക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഞാനൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യാണ് ചെയ്തത്. തീ കുറച്ച് വെച്ചിട്ട് എപ്പോഴും കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. തിളച്ച് വന്നതിന് ശേഷം ഇടയ്ക്കൊന്ന് നമുക്കിതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ആ മസാല എല്ലാവിടെയും നന്നായിട്ട് തന്നെ വരാനും ഒക്കെ നന്നായിട്ട് റെഡി ആയിട്ട് വരാനൊക്കെ സഹായിക്കുന്നുണ്ട്. ഇതിപ്പോൾ റൈസ് നമ്മൾ കുറച്ച് സമയം കുതിർത്തിയൊക്കെ എടുത്തതല്ലേ, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കുക്കായിട്ട് റെഡി ആയിട്ട് തന്നെ വരും. പിന്നെ ചിക്കൻ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ റൈസ് ഇട്ട് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ കേട്ടോ.
അപ്പോൾ അതിൽ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് വരാനും ചിക്കൻ അങ്ങനെ വെന്ത് വരുന്നത് തന്നെയാണ് ഒന്നും കൂടി നന്നായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ കണ്ടോ, ഇപ്പോൾ റൈസ് കറക്റ്റായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഈ റൈസ് എടുക്കുന്നതിന് മുമ്പ് കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ചാൽ മതിയാവും. അപ്പോൾ അത് പെർഫെക്റ്റ് ആയിട്ട് തന്നെ വരും കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും വെള്ളം കൂടിയ പോലെയൊക്കെ ആ ഒരു ഫീലൊക്കെ തോന്നാറുണ്ട്. ഇതുപോലെ ഒരുമിച്ച് ഉണ്ടാക്കുന്ന റൈസ് അല്ലെങ്കിൽ ഇപ്പോൾ പ്രഷർ കുക്കർ ബിരിയാണി, ഇതിപ്പോൾ നിങ്ങൾ കുക്കറിൽ ഉണ്ടാക്കണമെങ്കിൽ ആ ഒരു രീതിയിൽ തന്നെയായിരിക്കും ഉണ്ടാകും. അത് എന്താ പറയുക, കറക്റ്റ് തണുത്ത് വരുമ്പോൾ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു രീതിയിൽ തന്നെ വരും. ഇപ്പോൾ നമ്മുടെ ആ ഒരു നല്ല അടിപൊളിയായിട്ടുള്ള ഇറച്ചിച്ചോറ് റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ബീഫ് വെച്ചിട്ടും ഉണ്ടാക്കാം, മട്ടൻ വെച്ചിട്ടാണെങ്കിലും ഉണ്ടാക്കാം കേട്ടോ. രണ്ടും നന്നായിട്ട് തന്നെ വരും. ഈ സെയിം രീതിയിൽ തന്നെ തയ്യാറാക്കിയാൽ മതിയാവും കേട്ടോ. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ നമുക്ക് ഇഷ്ടപ്പെട്ട കോമ്പിനേഷൻസ്, ഇപ്പോൾ റൈത്ത, അച്ചാർ അതുപോലുള്ള കോമ്പിനേഷൻസിൻ്റെ ഒക്കെ കൂടെ കഴിക്കാം. ഈ ഒരു റൈസ് എന്ന് പറയുന്നത് തന്നെ കഴിക്കാനുണ്ടെങ്കിലും വളരെ അടിപൊളിയാട്ടോ. നല്ല ഫ്ലേവറോട് കൂടിയിട്ടുള്ള ഒരു റൈസാണ്. പക്ഷേ ഉണ്ടാക്കിയെടുക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതല്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഇറച്ചിച്ചോറ് തയ്യാറാക്കി നോക്കുക, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അതുപോലെ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് വീണ്ടും വീഡിയോസ് ചെയ്യാനുള്ള എൻ്റെ ഇൻസ്പിറേഷൻ കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ഞാൻ പ്രതീക്ഷിക്കണം. അപ്പോൾ ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ.